الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി ഈ ഒരു ഇരുത്തം അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ തുടങ്ങുന്നത് ഇൽമുൽ ഫറാഇദ്, ഇസ്ലാമിക ശരീഅത്തിൽ അനന്തര സ്വത്ത് ഓഹരി വെക്കേണ്ട കണക്കുകൾ പറയുന്ന ബൈത്താണ് അർ-റഹബിയ എന്ന മത്തിന്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ദാഇമീറ്റിലും കുറച്ചായിട്ട് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال الشيخ الإمام أبو عبد الله محمد بن الحسين الرحبي المعروف بابن المتقنة رحمه الله رحمة الله عليه: هذه قصيدة في الفرائض على مذهب الإمام أبي عبد الله محمد بن إدريس الشافعي المطلبي رضي الله عنه وأرضاه في الجنة آمين. نظمتها فيما لا بد منه من علم المواريث رغبة في تسهيله وتيسيره لملتمسه، راجيا من الله الكريم المعونة وحسن المثوبة ونفع الطالب وهو سبحانه وتعالى عند ظن عبده به ورجائه. قال: أول ما نستفتح المقال بذكر حمد ربنا تعالى. بسم الله الرحمن الرحيم. മത്നുർ റഹബിയ, ഇതാണ് ബൈത്തിൻ്റെ അറിയപ്പെട്ട പേര്. മുസന്നിഫ് അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ അലി ബിൻ അൽ ഹസൻ അർ റഹബി റഹിമഹുല്ലാ. അദ്ദേഹം അറിയപ്പെട്ടത് രണ്ട് പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്: ഇബ്നു മുതഖന, അതുപോലെ തന്നെ ഇബ്നു മുതഫന്നിന. ഈ രണ്ട് രീതിയിൽ അറിയപ്പെട്ട ആളാണ്. അദ്ദേഹം ജനിച്ചത് ഹിജറ 497, ഹിജറ 497 അദ്ദേഹം ജനിക്കുന്നത്. റഹ്ബത്ത് ഇബിന് മാലിക് ഇബിന് തൗഖ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. റഹ്ബത്തു മാലിക് ഇബിന് തൗഖ്. മാലിക് ഇബിന് തൗഖ് എന്ന വ്യക്തി നിർമ്മിച്ച ചെറിയൊരു ഗ്രാമം, അദ്ദേഹം രൂപപ്പെടുത്തിയ ചെറിയൊരു ഗ്രാമത്തിൽ, ബഗ്ദാദിനടുത്തുള്ള ചെറിയൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. റഹ്ബ എന്ന പേരുള്ള ഗ്രാമം. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് അബൂ മൻസൂർ ബിൻ റസാസ് അൽ ബഗ്ദാദി റഹിമഹുല്ലാ. അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹം ഇൽമ് സ്വീകരിച്ചത്. താരീഖിൻ്റെ കിതാബുകളിൽ അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചതായിട്ട് കാണാം. പക്ഷെ ബാക്കിയായത്, അറിയപ്പെട്ടത് ഈ ഒരു റഹബിയ എന്ന ഈ ഒരു ഗ്രന്ഥം മാത്രമാണ്. ഇതിലൂടെ മാത്രമാണ് അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ടത്. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പിൽ ജനിച്ച ആളാണ്, ജീവിച്ച് മരിച്ചുപോയ ആളാണ്. അദ്ദേഹം ഇന്നും ഈ ലോകത്ത് ബാക്കിയാകുന്നത് ഈ ഒരു ചെറിയ ഗ്രന്ഥത്തിലൂടെയാണ്. മറ്റുള്ള ഗ്രന്ഥങ്ങൾ അറിയപ്പെട്ടിട്ടില്ല, അത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 577. 577 അതേ നാട്ടിലാണ് വഫാത്താകുന്നത്. അധികം യാത്രകളോ മറ്റോ ചെയ്തിട്ടില്ല. അവിടെ തന്നെ ജനിച്ചു, അവിടെ തന്നെ വളർന്നു, റഹ്ബയിൽ തന്നെ വഫാത്തായ ആളാണ്. അദ്ദേഹം ഈ കിതാബിന് നൽകിയൊരു പേരുണ്ട്, ബുഗ്യത്തുൽ ബാഹിസ് അല്ലെങ്കിൽ ബുഗ്യത്തുൽ ബാഇസ് അൻ ജുമലിൽ മവാരീസ്. ഇതാണ് കിതാബിൻ്റെ ശരിക്ക് പേര്. പക്ഷെ മത്നുർ റഹബിയ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ബുഗ്യത്തുൽ ബാഹിസ് അൻ ജുമലിൽ മവാരീസ്. ഇതിൻ്റെ ബഹർ റജ്സാണ്, അഥവാ മുസ്തഫ്ഇലുൻ എന്നുള്ളത് 6 പ്രാവശ്യം ആവർത്തിക്കുക. അദ്ദേഹം മത്തിന് തുടങ്ങുന്നത്
أول ما نستفتح المقال بذكر حمد ربنا تعالى فالحمد لله على ما أنعم حمدا به يجلو عن القلب العمى. അവലു എന്നാണ് ബിഫത്ഹില്ല അല്ല ബി ലമ്മില്ലാം, ലാമിന് ലമ്മാണ്. നിങ്ങൾക്ക് തന്ന കിതാബിൽ ഫതഹായിരിക്കും, അത് അബദ്ധാണ്, ലമ്മാണ്. അവലു എന്നാണ്. അവലു മാ നസ്തഫ്തിഹുൽ മഖാല, മഖാല എന്ന് പറഞ്ഞാൽ അൽ ഖൗൽ. നമ്മൾ ഇൽമുൽ ഫറായിദിലുള്ള ഈ വാക്കുകൾ നാം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ബിദിക്രി ഹംദി റബ്ബിന തആല, നമ്മുടെ റബ്ബായ അല്ലാഹുവിൻ്റെ ഹംദ് പറഞ്ഞുകൊണ്ടാണ് നാം ആരംഭിക്കുന്നത്. ഫൽഹംദുലില്ലാഹി, അല്ലാഹുവിനാകുന്നു എല്ലാ ഹംദും, അലാ മാ അൻഅമ, അല്ലാഹു ചെയ്ത നിഅമത്ത് അഥവാ അലാ നിഅമിഹി എന്നർത്ഥം. അലാ നിഅമിഹി, അല്ലാഹുവിൻ്റെ നിഅമത്തിനെ മുൻനിർത്തിയിട്ട് അല്ലാഹുവിന് ഹംദ് പറയാണ്. ഹംദൻ ബിഹി യജ്ലു അനിൽ ഖൽബി അൽ അമ. പിന്നെ അള്ളാഹുവിനുള്ള ഹംദിൻ്റെ വിശേഷണമാണത്, സിഫത്താണ്. എങ്ങനത്തെ ഹംദാണത്? യജ്ലു ഐ യുസീലു, നീക്കുന്നു. അള്ളാഹുവിനുള്ള ഹംദ് അത് നീക്കുന്നു. അനിൽ ഖൽബി, ഹൃദയത്തിൽ നിന്നും അത് നീക്കുന്നു. അൽ അമ, അന്ധത, ഹൃദയത്തിനുള്ള അന്ധത ബാധിക്കും. അഥവാ അമൽ ളുൽമി വൽ ജഹൽ, ജഹൽ എന്നുള്ളത് ഹൃദയത്തിൻ്റെ അന്ധതയാണ്. ഖുർആനിൽ അല്ലാഹു ആ രീതിയിലാണ് ജഹലിനെ വിശേഷിപ്പിച്ചത്. ഫഇന്നഹ ലാ തഅമൽ അബ്സാറു വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ, സുദൂറിലുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത് ജഹല് കാരണം, ദുൽമ് കാരണം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ജഹൽ എന്ന അന്ധതയെ നീക്കുന്ന ഹംദാണ് അല്ലാഹുവിനുള്ള ഹംദ്. ثم الصلاة بعد والسلام على نبي دينه الإسلام محمد خاتم رسل ربه وآله من بعده وصحبه. പിന്നെ എല്ലാ മുസന്നിഫുമാരെയും പോലെ അദ്ദേഹം അള്ളാഹുവിന് ഹംദ് പറഞ്ഞു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും പറയാണ്. സുമ്മ സ്വലാത്തു ബഅദു വസ്സലാമു, പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്തും സലാമും പറയാണ്. അലാ നബിയിൻ ദീനുഹു അൽ ഇസ്ലാമു, ഇസ്ലാം ഈ ദീൻ കൊണ്ടുവന്നതായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും പറയാം. പിന്നെ നബി ആരാണ്? മുഹമ്മദിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാണ് മുഹമ്മദിൻ അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാതമി റുസ്ലി റബ്ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരിൽ അവസാനത്തെ ആള്. ഖാത്തം ഖാത്തിം രണ്ടും സഹീഹായ ലുഗത്താണ്. ഖാത്തം എന്ന് പറയാം, ഖാത്തിം എന്നും പറയാം. ഖാത്തം എന്ന് പറയുമ്പം ഇസ്മുൽ ആലത്തിൻ്റെ അർത്ഥം, ആ പ്രവാചകനാൽ റിസാലത്ത് അവസാനിക്കപ്പെട്ടിരിക്കുന്നു. ഖാത്തിം എന്നായാൽ റിസാലത്തിൽ അവസാനത്തെ പ്രവാചകൻ, ഇസ്മു ഫായിലിൻ്റെ അർത്ഥം. ഖുർആനിൽ ഖാത്തം എന്ന് വന്നിട്ടുണ്ട്. രണ്ട് ഖിറാഅത്തും ഖുർആനിലുണ്ട്. 7 ഖിറാഅത്തിൽപ്പെട്ട 2 ഖുർആനിലുണ്ട്. മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. അത് ഖാതിമൻ നബിയ്യീൻ എന്നും ഖിറാഅത്തുണ്ട്. രണ്ടും സഹീഹായ ഖിറാഅത്താണ്. ഖാത്തം എന്നും പറയാം, ഖാത്തിം എന്നും പറയാം. അപ്പോൾ പ്രവാചകന്മാരിൽ അവസാനത്താളായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും പറയാണ്. വ ആലിഹി, റസൂലിൻ്റെ കൂടെ സ്വലാത്തും സലാമും പറഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്കാണ്? വ ആലിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്. അതാണ് റസൂലിൻ്റെ കുടുംബം ആരാണ്? ഹും ബനുൽ മുത്തലിബ് വ ബനു ഹാഷിം. ഹാഷിം കുടുംബവും അതുപോലെ തന്നെ ബനുൽ മുത്തലിബ് കുടുംബവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലിൽപ്പെടും. അതുപോലെ തന്നെ സൗജാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ ഭാര്യമാരും. ഇതാണ് റസൂലിൻ്റെ കുടുംബം. വസഹ്ബിഹി, റസൂലിന് സ്വലാത്തും സലാമും പറഞ്ഞാൽ പിന്നെ ആലിന്, കുടുംബത്തിന്, പിന്നെ റസൂലിൻ്റെ സഹാബാക്കൾ. സഹബ് എന്ന് പറഞ്ഞാൽ സാഹിബിൻ്റെ ജമ്മാണ് അസ്ഹാബ്, അസ്ഹാബിൻ്റെ ജമ്മാണ് സഹബ്. ونسأل الله لنا الإعانة فيما توخينا من الإبانة عن مذهب الإمام زيد الفرضي
إذ كان ذاك من أهم الغرض. അദ്ദേഹം ഹംദും സലാത്തും സലാമും പറഞ്ഞു റസൂലിനും ആലുബൈത്തിനും സഹാബാക്കൾക്കും. അതിനുശേഷം പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, ഒരു പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് സഹായം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. വനസ്അലുല്ലാഹ, അള്ളാഹുവിനോട് നാം ചോദിക്കുന്നു. ലന അൽ ഇആന, സഹായത്തെ നാം അള്ളാഹുവിനോട് ചോദിക്കുന്നു. ഫീമാ, ഒരു വിഷയത്തിൽ. തവഖൈന, തവഖ എന്ന് പറഞ്ഞാൽ ഖസദ്ന, ഉദ്ദേശിക്കുക. നാം ഉദ്ദേശിച്ച ഈ ഒരു പ്രവർത്തനത്തിൽ അള്ളാഹുവിനോട് നാം സഹായം ചോദിക്കുന്നു. മിനൽ ഇബാന, വിശദീകരണത്തിൽ നിന്ന്, അഥവാ അൽ ഇൽഹാർ. ഇബാന എന്ന് പറഞ്ഞാൽ അൽ ഇൽഹാർ, ദീനിന്റെ അനന്തര സ്വത്തുമായുള്ള നിയമങ്ങൾ വിശദീകരിക്കുന്നതിൽ നാം ഉദ്ദേശിച്ച ഈ പ്രവർത്തനത്തിൽ അള്ളാഹുവിനോട് നാം സഹായം ചോദിക്കുന്നു. മിനൽ ഇബാന എന്ന് പറഞ്ഞല്ലോ, പിന്നെ അതിനുശേഷം അതിന്റെ വിശദീകരണമാണ് മിനൽ ഇബാന. ആ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്ന നിയമങ്ങൾ വിശദീകരിക്കാൻ നാം ഉദ്ദേശിച്ചു. അൻ മദ്ഹബി ഇമാമി സയ്യിദിൽ ഫർദി, സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗമനുസരിച്ച്. കഴിഞ്ഞ ദായിമീറ്റിൽ നൂറുസ്ത വിശദമായിട്ട് സംസാരിച്ചതാണ് അല്ലേ. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അനന്തര സ്വത്തിൽ പ്രത്യേകമായ ഒരു സഹാബിയാണ്. അതാണ് ഇവിടുന്ന് അൻ മദ്ഹബിൽ ഇമാമി സയ്യിദിൽ ഫർദി. ആ സയ്യിദ് ബിൻ സാബിത്ത് ബിൻ ലഹാഖ് അൻ നജ്ജാരി അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ബനു നജ്ജാർ ഗോത്രക്കാരനാണ്, അൻസാരി ആ സഹാബിയാണ്. ഹിജ്റ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വരുന്നതിൻ്റെ 12 വർഷം മുമ്പാണ് സഹാബി ജനിക്കുന്നത്. യതീമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ഹിജ്റ വരുന്ന സമയത്ത് യതീമായിരുന്നു. നല്ല ബുദ്ധി കൂർമ്മതയുള്ള സഹാബിയാണ്. എപ്പോൾ വഫാത്തായത്? ഹിജ്റ 45. മദീനയിൽ തന്നെയാണ് താമസം, അവിടെ തന്നെയാണ് വഫാത്തായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു. ഓരോ ആൾക്കാരും അൻസാരിയായ സഹാബാക്കളും പരിചയപ്പെടുകയാണ്. ആ സമയത്ത് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെയും കൊണ്ടൊരു വിഭാഗം ആൾക്കാർ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നു. അന്ന് എനിക്ക് 11 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയം റസൂല് 8ഓളം സൂറത്തുകൾ ഓതി. ആ 8 സൂറത്തും ആ സമയത്ത് ഞാൻ ഹിഫ്ളാക്കി. ഞാൻ അള്ളാഹുവിന്റെ റസൂൽ ഞാൻ തിരിച്ചോതി കൊടുത്തു 8 സൂറത്തും. ഫതഅജ്ജബ മിന്നി, എൻ്റെ ഈ ബുദ്ധി കൂർമ്മത കണ്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു. എൻ്റെ അത്രയും ബുദ്ധി, റസൂൽ ഓതി അത് കേട്ട് പഠിച്ച് അപ്പോഴും തന്നെ തിരിച്ചോതി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ അവസാന വർഷം ഖുർആൻ മുഴുവനായിട്ടും അള്ളാഹിൻ്റെ റസൂൽ ഓതിക്കൊടുത്ത സഹാബിയാണ് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. റസൂലിൻ്റെ കാലത്ത് തന്നെ ഹാഫിദായിട്ടുണ്ട്. അത്രയും ബുദ്ധി കൂർമ്മതയുള്ള സഹാബിയാണ്. കാത്തിബുൽ വഹിയാണ്, വഹി എഴുതുന്ന സഹാബാക്കൾപ്പെട്ട ഒരാളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യും? ആരെങ്കിലും സഹാബിയെ പറഞ്ഞു വിട്ട് സയ്യിദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കും. സയ്യിദ് ബിൻ സാബിത്ത് അത് എഴുതി വെക്കും. അടുത്തുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കും. വിദൂരത്താണെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിടുമായിരുന്നു. അത്രയും സ്ഥാനമുണ്ട് സഹാബാക്കൾക്കിടയിൽ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഈ ബുദ്ധി കൂർമ്മത കണ്ട റസൂല് യഹൂദികളുടെ ഭാഷയും എഴുത്തും പഠിക്കാൻ സഹാബിയെ ഏൽപ്പിച്ചു. റസൂൽ പറഞ്ഞ കാരണം, യഹൂദികൾ എനിക്ക് വിശ്വാസമില്ല, അവർ ചതിക്കും, വഞ്ചിക്കും, അതുകൊണ്ട് നീ അവരുടെ ഭാഷ പഠിക്കണം. സയ്യിദ് ബിൻ സാബിത്ത് പകുതി മാസം കൊണ്ട്, അഥവാ 15 ദിവസം കൊണ്ട് ആ ഭാഷ പഠിച്ചു, യഹൂദികളുടെ ഭാഷ പഠിച്ചു. എന്നിട്ട് പറയാണ്, അവർ എന്തെങ്കിലും കത്ത് റസൂലിനെ ഏൽപ്പിച്ചാൽ ആ കത്ത് ഞാൻ റസൂലിന് വായിച്ചു കൊടുക്കും, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും. റസൂലിന് എന്തെങ്കിലും എഴുത്ത് അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ റസൂല് പറയും, ഞാൻ അത് അവരുടെ ഭാഷയിൽ എഴുതിയിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെ റസൂലിന്റെ എഴുത്തുകാരനായിട്ട് ജീവിച്ച സഹാബിയാണ്. അതിനുശേഷം സുറിയാനി ഭാഷ പഠിക്കാൻ, ഇഞ്ചീൽ അവതരിച്ചത് സുറിയാനി ഭാഷയിലാണ്. അപ്പൊ ആ ഭാഷ പഠിക്കാൻ, ഇഞ്ചീലിന്റെ യഥാർത്ഥ ഭാഷ പഠിക്കാൻ റസൂൽ എന്നെ ഏൽപ്പിച്ചു. 17 ദിവസം കൊണ്ട് ഞാനത് പഠിച്ചു. എത്ര വെച്ചാൽ 17 ദിവസം കൊണ്ട് അതിൽ ആ ഭാഷയിൽ ജനിച്ച് വളർന്ന ഒരാൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ഞാൻ പഠിച്ചു എന്ന് സഹാബി പറയുന്നു. അത്രയും ബുദ്ധി കൂർമ്മതയുള്ള സഹാബിയാണ്. 17 ദിവസം കൊണ്ട് അത് പഠിച്ചു. ഇൽമിൽ ഉന്നതമായ സ്ഥാനമുള്ള ആളാണ്, ഹാഫിദാൻ. റസൂൽ ആദരിച്ചു, ബഹുമാനിച്ചു. റസൂല് തബൂക്ക് യുദ്ധത്തിൽ ഓരോ ഗോത്രത്തിനും ഓരോ കൊടി കൊടുത്തിട്ടുണ്ട്.
സഹാബാക്കൾക്കിടയിൽ ഓരോ ഗോത്രത്തിനും ഓരോ കൊടി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഫ്ലാഗ്. ബനൂ നജ്ജാർ ഗോത്രത്തിന്റെ കൊടി ഉമാറത്ത് ബിൻ ഹസ്ം റളിയല്ലാഹുവിന്റെ കയ്യിലായിരുന്നു. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അത് വാങ്ങി സെയ്ദ് ബിൻ സാബിത്തിനെ ഏൽപ്പിച്ചു. ഇത് കണ്ട ഉമാറത്ത് ബിൻ ഹസ്ം റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വേദന, സങ്കടം. ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിനോട്, അല്ലാഹു റസൂലെ, എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും പരാതി താങ്കൾക്ക് ലഭിച്ചോ? എൻ്റെ കയ്യിൽ നിന്നും കൊടി മാറ്റാൻ എന്താണ് കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിന്നെ പറ്റിയിട്ട് ഒരു പരാതിയും എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ അൽ ഖുർആൻ മുഖദ്ദമുൻ, ഖുർആൻ മുന്തിക്കപ്പെടും. കാരണം റസൂലിന്റെ കാലത്ത് അന്നേ വരെയുള്ള എല്ലാ ഖുർആന്റെ ആയത്തുകളും മനഃപ്പാഠമാക്കിയ സഹാബിയാണ് സെയ്ദ് ഇബ്നു സാബിത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം നൽകി ഖുർആന്റെ ആൾക്കാർക്ക്. അദ്ദേഹം ഒരിക്കൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വാഹനത്തിൽ കയറി. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന് ആ വാഹനത്തിന്റെ ഒട്ടകത്തിന്റെ മൂക്കയറ് പിടിച്ചിട്ട് മുമ്പിൽ നടന്നു. ഇതുകൊണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ സങ്കടമായിപ്പോയി. കാരണം ഇബ്നു അബ്ബാസ് ആരാണ്? ഇബ്നു അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അമ്മിന്റെ മകനാണ്, റസൂലിന്റെ കുടുംബാണ്. അപ്പം സഹാബി പറഞ്ഞു, തനഹ യബ്ന അമ്മി ഇബ്നു അമ്മി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മിന്റെ മകനായ താങ്കൾ അത് ചെയ്യരുത്, എൻ്റെ ഒട്ടകത്തിന്റെ കഠിനം താങ്കൾ പിടിക്കരുത്. അപ്പൊ ഇബ്നു അബ്ബാസ് തിരിച്ചു പറഞ്ഞു, ഫഹാകദാ നസ്നഉ ബിഉലമാഇനാ, നമ്മളെ കൂട്ടത്തിലുള്ള ആലിമ്യങ്ങളോട് നാം ഈ രീതിയിലാണ് പെരുമാറുക എന്നുള്ളത്. അഥവാ സഹാബാക്കൾ പോലും സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ട് ഇൽമിന്റെ കാരണത്താൽ. അത്രയും ഇൽമുള്ള സഹാബിയാണ്. അദ്ദേഹം വഫാത്തായി. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഹിജറ 45 ഹിജാസിൽ മദീനയിൽ തന്നെയാണ് വഫാത്താകുന്നത്. ഖബറിലേക്ക് എടുത്തു വെക്കാണ് അദ്ദേഹത്തിന്റെ ജനാസ. ഇപ്പൊ സഹാബാക്കൾ പറഞ്ഞു, നർജു ഫിബ്നി അബ്ബാസിൻ ഖലഫ, നമുക്കിന്ന് നമ്മളിതായി ഖബറിലേക്ക് എടുത്തു വെച്ചത് വലിയൊരു ഇൽമിന്റെ ശേഖരമാണ്. അത്രയും ഇൽമുള്ള സഹാബിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഫത്വകൾ നൽകാൻ യോഗ്യതയുള്ള സഹാബിയായിരുന്നു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇന്ന് നമ്മൾ ഈ ഖബറിലേക്ക് എടുത്തു വെച്ചത് അത്രയും വലിയ ഇൽമിന്റെ ശേഖരമാണ്. പക്ഷെ നർജു ഫിബ്നി അബ്ബാസിൻ ഖലഫ, ഇദ്ദേഹത്തിന് പകരം നമുക്ക് ഇബ്നു അബ്ബാസ് ഉണ്ട് എന്നൊരു പ്രതീക്ഷയുണ്ട്. നമുക്കാരുള്ള നമ്മളെ ഇന്നത്തെ സമൂഹത്തിൽ ഒരു വലിയ ഇൽമുള്ള ആള് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് പകരം വെക്കാൻ ഇന്നൊരാളില്ല. പക്ഷെ സഹാബാക്കൾക്ക് ആശ്വാസം ഉണ്ടായിരുന്നു, പകരം ഇബ്നു അബ്ബാസ് ഉണ്ട് എന്നൊരാശ്വാസം. അത്രയും ഇൽമിൽ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന സഹാബിയാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞത്. കാരണം അദ്ദേഹം വായിച്ചല്ലോ മുഖദ്ദിമയിൽ ഷാഫി മദ്ഹബുകാരനാണ്. ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കിതാബ് രേഖപ്പെടുത്തിയത്. ഈ പദ്യം അദ്ദേഹം ഉണ്ടാക്കിയത്. നമ്മൾ കഴിഞ്ഞ മജ്ലിസിൽ പഠിച്ചു. എന്ത്? ഷാഫി മദ്ഹബ് എവിടുന്ന വന്നത്? ഏത് സഹാബിയിൽ നിന്നാണ്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹിജാസിലല്ലേ, മക്കയിലാണ്. അപ്പം ആ ഷാഫി മദ്ഹബിന്റെ തുടക്കം നിസ്ബ എവിടത്തേക്കാണ്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിലേക്കാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഫറായിലിന്റെ വിഷയത്തിൽ, ഇൽമുൽ ഫറായിലിന്റെ മസ്അലയിൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനാണ് പിൻപറ്റിയത്. അപ്പോൾ ഓരോ സഹാബിക്കും ഓരോ മസ്ലക്കുണ്ട്, ഓരോ രീതിയുണ്ട്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന്റെ രീതിയാണ് ഇമാം ഷാഫിഈ സ്വീകരിച്ചത്. ആ ഷാഫി മദ്ഹബിലേക്ക് നിസ്ബ ചെയ്യുന്ന ആളാണ് ഇമാം അർ-റഹബി റഹിമഹുല്ലാ. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് സെയ്ദ് റളിയല്ലാഹുവിലേക്ക് ചേർത്തത്. നാം ഈ മസ്അലകൾ, ഇൽമുൽ ഫറായിദിന്റെ ഈ മസ്അലകൾ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അൻ മദ്ഹബിൽ ഇമാമി സെയ്ദിൽ ഫറളി, ഫറളിയായി അറിയപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ രീതിയിലാണ് നാം ഇത് എഴുതാൻ തീരുമാനിച്ചത്. ഇദ് കാന ദാക മിൻ അഹമ്മിൽ ഗറദി, അതാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ മസ്അലകൾ നാം ക്രോഡീകരിക്കുന്നത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തരീഖത്തനുസരിച്ചാണ്. അതാണ് ആ പറഞ്ഞ 2 ബൈത്തിന്റെ അർത്ഥം. ഇൽമൻ ബിഅന്നൽ ഇൽമ ഖൈറു മാ സുഇ فيه وأولى ما له العبد دعي وأن هذا العلم مخصوص بما قد شاع فيه عند كل العلماء بأنه أول علم يفقد في الأرض حتى لا يكاد يوجد.
പിന്നെ അദ്ദേഹം ഇത് എഴുതാനുള്ള കാരണമാണ് ഈ രണ്ടുപേരിൽ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഇൽമുൽ ഫറായിദിന്റെ വിഷയത്തിൽ ഈ ഒരു പദ്യം, ഈ ഒരു നൾമ അദ്ദേഹം ക്രോഡീകരിക്കാനുള്ള കാരണം ഇൽമൻ മഫൂൽ അജ്ലിയാണ്. ഇൽമൻ മഫൂൽ അജ്ലി, നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ മനസ്സിലാക്കിയത്? ബിഅന്നൽ ഇൽമ ഖൈറു മാ സുഇ ഫീഹി. ഒരു മനുഷ്യൻ അവൻ പരിശ്രമിക്കുന്നതിൽ, അവൻ്റെ സമയം ചിലവഴിക്കുന്നതിൽ ഏറ്റവും ഖൈറായ കാര്യം തൊലബുൽ ഇൽമാണ്. ഇൽമിനുമായി ബന്ധപ്പെട്ട ചിലവഴിക്കുന്ന സമയമാണ് ഏറ്റവും ഖൈറായ സമയമെന്ന് നാം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് നാം തിരിഞ്ഞത്. അതുപോലെ തന്നെ വഔലാ മാലഹുൽ അബ്ദു ദുഇ, ഒരാൾ ക്ഷണിക്കപ്പെടാൻ ഏറ്റവും യോജിച്ചത് ഇൽമാണ്. ഇൽമിലേക്കാണ് ആൾക്കാരെ ക്ഷണിക്കേണ്ടത്. കിതാബും സുന്നത്തും പഠിപ്പിക്കുന്ന ഇൽമിലേക്കാണ് ആൾക്കാരെ ക്ഷണിക്കേണ്ടത്. അപ്പോൾ അടിമകളെ ക്ഷണിക്കപ്പെടാൻ ഏറ്റവും യോജിച്ച സ്ഥലം ഇൽമാണ്. അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് നാം ഇത് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വഅന്നൽ ഇൽമ മഖ്സൂസും ബിമ, അവിടെ ചില റിവായത്തിൽ വഅന്ന ഹാദൽ ഇൽമ എന്നുണ്ട്. വഅന്ന ഹാദൽ ഇൽമ വഅന്ന ഹാദൽ ഇൽമ മഖ്സൂസും ബിമ, ഈ ഇൽമുൽ ഫറായിദ്. വഅന്ന ഹാദൽ ഇൽമ, ഹാദ പറഞ്ഞാൽ ഈ ഇൽമുൽ ഫറായിദിന്റെ ഇൽമ, അനന്തസ്രത്ത് ഓഹരി വെക്കുന്ന ഈ അറിവ്. മഖ്സൂസും ബിമ, അതെന്താണ്? പ്രത്യേകമാക്കപ്പെട്ടതാണ്. ദീനിന്റെ ഇൽമിന്റെ വിഷയത്തിൽ ഈ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്ന ഇൽമ് പ്രത്യേകമാക്കപ്പെട്ട ഒരു ഇൽമാണ്. ബിമാ ഖദ് ശാഅ ഫീഹി ഇൻദ കുല്ലിൽ ഉലമ, എല്ലാ ഉലമാക്കളെടുക്കലും ഇൽമുൽ ഫറായിദിന്റെ ഉലമാക്കളെടുക്കൽ വ്യാപകമായി അറിയപ്പെട്ട ചില കാരണങ്ങൾ കൊണ്ട് ഈ ഇൽമ് പ്രത്യേകമാക്കപ്പെട്ടതാണ്. അദ്ദേഹം അവിടെ പറയാൻ കാരണം ഖദ് ശാഅ ഫീഹി ഇൻദ കുല്ലിൽ ഉലമ, ആ ഈ ഇൽമുൽ ഫറായിദിന്റെ ഫളാഇൽ പറയുന്ന ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. കുറേ ഹദീസുകളുണ്ട്, അതൊക്കെ എന്താണ്? ലൈഫാണ്. ആ ഒരു സൂക്ഷ്മതയാണ് അദ്ദേഹം കാണിച്ചത്. കാരണം അതിൻ്റെ ഫളാഇൽ റസൂലിലേക്ക് നിസ്ബ ചെയ്താൽ മതി, പക്ഷെ ഹദീസുകൾ ലൈഫായതിൻ്റെ പേരിൽ അദ്ദേഹം റസൂലിലേക്ക് ചേർത്തിട്ടില്ല, നിസ്ബ ചെയ്തിട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞ? ഉലമാക്കൾക്കിടയിൽ അറിയപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഈ ഇൽമ് പ്രത്യേകമാക്കപ്പെട്ടതാകുന്നു. അതിലൊന്നെന്താണ് അറിയപ്പെട്ടത്? ബിഅന്നഹു അവ്വലു ഇൽമിൻ യുഫ്ഖദു ഫിൽ അർളി, ഈ ഭൂമിയിൽ ആദ്യമായി നഷ്ടപ്പെടുന്ന ഇൽമ് ഫറായിദിന്റെ ഇൽമാണ്. ഈ ഉമ്മത്തിന്റെ ഹൃദയങ്ങളിൽ നിന്നും ആദ്യമായി ഊരിയെടുക്കപ്പെടുന്ന ഇൽമ് ഫറായിദിന്റെ ഇൽമാണ്. ഹത്താ ലാ യകാദു യൂജദു, അത് കാണപ്പെടാത്തൊരു രീതിയിൽ ഈ ഭൂമിയിൽ നിന്നും ആദ്യമായി ഉയർത്തപ്പെടുന്ന ഇൽമ് ഫറായിദിന്റെ ഇൽമാണ്. അതിനറിയിക്കുന്ന ഹദീസുകൾ വരുന്നുണ്ട്. ആ ഹദീസുകൾ ലൈഫാണ്. അതുകൊണ്ട് അദ്ദേഹം റസൂലിലേക്ക് നിസ്ബ ചെയ്യാതെ പണ്ഡിതന്മാർക്കിടയിൽ വ്യാപകമായി അറിയപ്പെട്ടൊരു കാര്യമാണ് എന്ന് പറഞ്ഞത്. ഹദീസ് റുവി അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅല്ലമു അൽ ഫറായിദ, നിങ്ങൾ ഫറായിദ് പഠിക്കുക, അനന്തര സ്വത്ത് ഓഹരി വെക്കുന്ന ഇൽമ് നിങ്ങൾ പഠിക്കുക. വഅല്ലിമൂഹൻ നാസ്, അത് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുക. കാരണം ഫഇന്നിംറുഉൻ മഖ്ബൂലുൻ, ഞാൻ മരണപ്പെടുന്ന വ്യക്തിയാണ്. വഇന്ന ഹാദൽ ഇൽമ സയുഖ്ബൽ, ഈ ഇൽമും ഉയർത്തപ്പെടും, ഈ ഉമ്മത്തിൽ നിന്നും ഉയർത്തപ്പെടും. ഹത്താ യഖ്തലിഫ ഇത്നാനി, രണ്ടാൾക്കാർ, ഹത്താ യഖ്തലിഫ റജുലാൻ, രണ്ടാൾക്കാർ ഈ ഫറായിദിന്റെ വിഷയത്തിൽ, സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമാവും. ഫലാ യജിദാനി മൻ യഫ്സിലു ബൈനഹുമാ, ആ രണ്ടാൾക്കാർക്കിടയിൽ അവരുടെ പ്രശ്നം പരിഹരിക്കുന്ന ഒരാളെ അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. അഥവാ ഈ ഇൽമുള്ള ആളെ കണ്ടെത്താൻ കഴിയാത്ത രൂപത്തിൽ ഈ സമൂഹത്തിൽ നിന്നും ഈ ഇൽമ് ഉയർത്തപ്പെടും. ഹദീസ് ലൈഫാണ്. അതുപോലെ തന്നെ വേറെ ഒരു ഹദീസും കൂടി, തഅല്ലമു അൽ ഫറായിദ്, നിങ്ങൾ ഫറായിദ് പഠിക്കുക. വഅല്ലിമൂഹുൻ നാസ്, അത് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുക. ഫഇന്നഹു നിസ്ഫുൽ ഇൽം, അത് ഇൽമിൻ്റെ നേരെ പകുതിയാണ്. അത് അതിൻ്റെ വലുപ്പത്തിലല്ല, മറിച്ച് എന്താണ്? ഒരാളുടെ ജീവിതം രണ്ട് രീതി, ഒന്ന് ഹയാത്ത്, രണ്ട് മൗത്ത്, മരണം. അപ്പം ഹയാത്തിലുള്ള അമലുകളാണ് മറ്റേ ഇൽമുകൾ. ഈ ഇൽമുൽ ഫറായിദ് എവിടെയാണ് ചിലവഴിക്കുക? ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമാണ്. അതാണ് നിസ്ഫുൽ ഇൽമ് എന്ന് പറഞ്ഞത്. ഒരാളുടെ ജീവിതത്തിന് നേരെ പകുതിയാണ് മരണത്തിന് ശേഷം. അതാണ് നിസ്ഫുൽ ഇൽമിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ വഹുവ അവ്വലു ശൈഇൻ യുൻസഉ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്നും ആദ്യമായി ഉയർത്തപ്പെടുന്ന ഇൽമ് ഇൽമുൽ ഫറായിദാണ്.
ഇങ്ങനെയുള്ള ഹദീസുകൾ ധാരാളം വന്നിട്ടുണ്ട്. ഇതൊന്നും എന്തില്ല, സഹീഹായ സനദിലൂടെ സ്ഥിരപ്പെട്ട ഹദീസല്ല. അതുകൊണ്ടാണ് അദ്ദേഹം റസൂലിലേക്ക് നിസ്ബ ചെയ്യാതെ ഉലമാക്കൾക്കിടയിൽ വ്യാപകമായി അറിയപ്പെട്ടൊരു കാര്യം ഈ ഇൽമ് പ്രത്യേകമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. وأن زيدا خص لا محالة بما حباه خاتم الرسالة من قوله في فضله منبها أفرضكم زيد وناهيك بها فكان أولى باتباع التابعي لا سيما وقد نحاه الشافعي فهاك فيه القول عن إيجازي مبرأ عن وسمة الألغاز. അടുത്ത ബൈത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മദ്ഹബാണ്. وأن زيدا خص لا محالة وأن زيدا أي زيد بن ثابت رضي الله عنه خص അദ്ദേഹം പ്രത്യേകമാക്കപ്പെട്ടു. മറ്റുള്ള സഹാബാക്കൾക്കിടയിൽ നിന്നും സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രത്യേകമാക്കപ്പെട്ടു. ലാ മഹാല, അതിലൊരു സംശയമില്ല. എന്തുകൊണ്ടാണ് സെയ്ദ് ബിൻ സാബിത്ത് പ്രത്യേകമാക്കപ്പെട്ടത്? ബിമ, ഒരു കാര്യം കൊണ്ട്. ഹബാഹു, ഹബ എന്ന് പറഞ്ഞാൽ അഅത, നൽകി, അല്ലെങ്കിൽ അക്രമ, ബഹുമാനിച്ചു. ഹബാഹു, ഹു മടങ്ങുന്നത് സെയ്ദ് ബിൻ സാബിത്തിലേക്ക്. ഹബാഹു, അദ്ദേഹത്തെ ബഹുമാനിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകി. ഖാതമുർ റിസാല, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ ചില പ്രത്യേകതകൾ കൊണ്ട് ഈ ഇൽമിൻ്റെ വിഷയത്തിൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രത്യേകമായ ഒരു സഹാബിയാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബാക്കളെ കുറിച്ച്, അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്രിൻ, എൻ്റെ ഉമ്മത്തിൽ എൻ്റെ സമുദായക്കാരോട് ഏറ്റവും റഹ്മത്ത് കാണിക്കുന്നത്, കരുണ കാണിക്കുന്നത് അബൂബക്കർ സിദ്ദീഖാണ്. വ അശദ്ദുഹും ഫി അംരില്ലാഹി ഉമർ, എൻ്റെ സമുദായത്തിൽ ദീനിൽ ഏറ്റവും കണിശത പാലിക്കുന്ന ആള് ഉമർ ബിൻ ഖത്താബാണ്. വ അസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ലജ്ജയുള്ള ആള്, യഥാർത്ഥ ലജ്ജയുള്ള ആള് ഉസ്മാൻ ബിൻ അഫ്ഫാനാണ്. വ അഅലമുഹും ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ, എൻ്റെ ഉമ്മത്തിൽ ഹലാലും ഹറാമും ഏറ്റവും കൂടുതൽ വേർതിരിച്ചറിയുന്ന ആള് മുആദ് ബിൻ ജബലാണ്. ഓരോ സഹാബിക്കും റസൂൽ ഓരോ വിശേഷണം പറയാണ്. വഅഫ്റദുഹും സയ്യിദ് ബിൻ സാബിത്തിൻ, അതാണ് നമ്മുടെ പദ്യമായിട്ടുള്ള ബന്ധം. വഅഫ്റദുഹും സയ്യിദ് ബിൻ സാബിത്തിൻ, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഇൽമുൽ ഫറായിദിൻ്റെ ഇൽമുള്ള ആള് സയ്യിദ് ബിൻ സാബിത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമുൽ ഫറായിദിൻ്റെ വിഷയത്തിൽ മറ്റുള്ള സഹാബാക്കളിൽ നിന്നും സയ്യിദ് ബിൻ സാബിത്തിനെ പ്രത്യേകമാക്കുകയാണ്. വഅഖറഉഹും ഉബയ്യ് ബിൻ കഅബിൻ, എൻ്റെ ഉമ്മത്തിൽ ഖുർആൻ ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യുന്ന ആള് ഉബയ്യ് ബിൻ കഅബാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സഹാബാക്കൾക്ക് ചില പ്രത്യേകമായ വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നൽകിയ വിശേഷണം അഫ്റദുഹും, അവരിൽ ഏറ്റവും ഫറായിദ് അറിയുന്ന ആള് എന്നാണ്. അപ്പോൾ ആ ഒരു ബഹുമതി, ആ ഒരു വ്യത്യസ്തത ഈ സഹാബിക്കുണ്ട് ഈ ഇൽമിൻ്റെ വിഷയത്തിൽ. അതുപോലെ തന്നെ മിൻ ഖൗലിഹി ഫി ഫദ്ലിഹി മുനബ്ബിഹ, റസൂൽ എന്താണ് നൽകിയത് സെയ്ദ് ബിൻ സാബിത്തിന്? മിൻ ഖൗലിഹി, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കിൽ നിന്നു. ഫി ഫദ്ലിഹി ഐ ഫദ്ലി സെയ്ദ് ബിൻ സാബിത്ത്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠത ഫദ്ൽ റസൂൽ പറഞ്ഞു. മുനബ്ബിഹൻ, നമ്മളെ ഉണർത്തിക്കൊണ്ട്. അഫ്റദുക്കും സയ്യിദുൻ, സയ്യിദാണ് നിങ്ങളിൽ ഏറ്റവും ഇൽമുൽ ഫറായിദ് അറിയുന്ന ആള്. വനാഹീക ബിഹ, ഈ ഒറ്റ വിശേഷണം മതി ആ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കാൻ. അധികം വിശേഷങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം ആ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണം പറഞ്ഞിട്ടുണ്ട്, അത് മതി. ഇനി വേറെയും കുറേ ഫദായിലുകൾ പറയേണ്ട ആവശ്യമില്ല. ഫകാന ഔലാ ബിത്തിബാഇ താബിഇ ലാ സിയ്യമാ വഖദ് നഹാഹു ശാഫിഇ. ഫകാന ഐ സെയ്ദ് ബിൻ സാബിത്ത്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് ഔല, ഏറ്റവും യോജിച്ച ആള്. ബിത്തിബാഇ താബിഇ, പിൻപറ്റാൻ, മുഖല്ലി തഖ്ലീദ് ചെയ്യാൻ ഒരാൾക്ക് ഏറ്റവും യോജിച്ച ആള് സെയ്ദ് ബിൻ സാബിത്താണ്. ഏത് വിഷയത്തിൽ? ഇൽമുൽ ഫറായിദിന്റെ വിഷയത്തിൽ. ലാ സിയ്യമാ, പ്രത്യേകിച്ച് വഖദ് നഹാഹു ശാഫിഇ, ഇമാം ഷാഫിഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദ്ഹബാണ് സ്വീകരിച്ചത്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് സ്വീകരിച്ചത്. അതുകൊണ്ട് സെയ്ദ് ബിൻ സാബിത്താണ് ഇൽമുൽ ഫറായിദിന്റെ വിഷയത്തിൽ
അനുകരിക്കപ്പെടാൻ പിമ്പറ്റപ്പെടാൻ ഏറ്റവും യോജിച്ച ആള്. فهاق فيه القول عن إيجاز مبرأ عن وصمة الألغاز. فهاك എന്ന് പറഞ്ഞാൽ ഇസ്മ ഫീൽ അംറാണ്, ഖുദ് എന്നർത്ഥം. എന്താ? നീ സ്വീകരിക്ക്. ഫഹാക ഖുദ്, നീ സ്വീകരിക്ക്. ഫീഹി ഐ ഈ ഇൽമുൽ ഫറായിദിന്റെ വിഷയത്തിൽ നീ സ്വീകരിക്ക്. അൽ ഖൗല അൻ ഈജാസി, വളരെ ചുരുക്കിക്കൊണ്ട്. ഈജാസ് എന്ന് പറഞ്ഞാൽ ഇഖ്തിസാർ, വളരെ ചുരുക്കിക്കൊണ്ടുള്ള ഈ വർത്തമാനങ്ങൾ, ഈ മസ്അലകൾ, ഇത് നീ സ്വീകരിക്ക്. മുബർറഅൻ ഐ മുനസ്സഹൻ, ഒഴിവായിക്കൊണ്ട്. അൻ വസ്മത്തിൽ അൽഗാസി, വസ്മത്ത് എന്ന് പറഞ്ഞാൽ ഐബ്, ന്യൂനത. അൽഗാസ് എന്ന് പറഞ്ഞാൽ ലഗ്സുൻ ജമ അൽഗാസ്, അവ്യക്തത. ന്യൂനതകളും അവ്യക്തതകളും ഇല്ലാതെ അതിൽ നിന്നൊക്കെ ഒഴിവായിക്കൊണ്ടുള്ള ഇൽമുൽ ഫറായിദിന്റെ വിഷയത്തിൽ വളരെ ചുരുക്കിക്കൊണ്ടുള്ള ഈ വാക്കുകൾ നീ സ്വീകരിക്ക് എന്ന് പറഞ്ഞോണ്ട് അദ്ദേഹം മുഖദ്ദിമ. അപ്പം ഇപ്പം മുഖദ്ദിമയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്തതായ മീറ്റുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഘട്ടങ്ങളായിട്ട് ഇൽമുൽ ഫറായിദ് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ച വിഷയത്തിൽ അല്ലാഹു നല്ല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു